ഹലോ ഗൈസ്, പൂരങ്ങളുടെ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് പോണത് പെരുവനം പൂരം കാണാൻ. അപ്പനും പിന്നെ അവിടേക്ക് വിളിച്ചാലും വരും. കയറി ചെന്നപ്പോ തന്നെ ഇവിടെ തുടങ്ങി. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഉള്ളിക്ക് പോകാൻ പറ്റി. അപ്പൊ പിന്നെ തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ ഇവിടെ ശാസ്താവിനെ കോലം മാറ്റുണ്ടായി. അത് കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോ ശ്രീരാമൻ അമ്പൂടണ വരിയാണ് കാണിക്കും. ഓരോ തമാശകളെ ഇവിടെ പിന്നെ പൂരം കാണാൻ വന്നിട്ട് പാർക്കാക്കി കണ്ടില്ലേ തുള്ളിച്ചാടണത്. ഈ ചാട്ട കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരും പോയിട്ട് ആനകളെ കണ്ടു. പിന്നെ ഒരു ആനയുടെ കുളിസീനും കണ്ടു. അപ്പൊ ഇതിനെല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പിള്ളേരൊക്കെ ഞാൻ വിളിക്കും. വള്ളി കണ്ട പിന്നെ പണ്ടേ വിടാറില്ല. ഓരോന്ന് ഞാനുണ്ട് വീഴും. ഇതൊക്കെ കണ്ടില്ലേ വീകാലാന്തിൽ കിടന്ന് കറങ്ങണ വരിന് കറങ്ങണം. ഇതൊക്കെ കണ്ടെങ്ങനെ ചിരിക്കാണ്ടിരിക്കുക. ചിരിച്ച് ഞങ്ങളുടെ കാര്യം തീരുമാനമായി. അതിന്റെ ഇടയിൽ ചിരിക്കണത് കണ്ട് ഒരു കുട്ടി വന്നിട്ട് അപരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടോക്കൺ കിട്ടിയത്. നമുക്കുണ്ടോ പിടി. ഫുഡ് കഴിക്കാനായിട്ട് ചെന്നപ്പോ മേളക്കാരും ആൾക്കാരൊക്കെ കൂടി ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ ഈ പൂരത്തിന് വന്ന സദ്യയും പൂരക്കഞ്ഞൊക്കെ കുടിക്കണത് ഒരു വൈബല്ലേ. എനിക്കുള്ള വൈബ് തൃശ്ശൂർ പൂരത്തിനായിട്ട് ഒരു അടിപൊളി ആർട്ടും കണ്ടു. ഇവരെന്ന് രണ്ടുപേരും കൂടി തോരണം പിടിക്കണം. ഇതൊക്കെ ഒറ്റയ്ക്ക് പറ്റുന്നതാണ് അപരിഞ്ഞ കൂടി എന്ന് പറയുന്നത്. ഫുഡ് കഴിച്ചാൽ വിശ്രമിക്കണം. വിശാലമായ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കും. കമ്മിറ്റ ഡ്രൈവർ മൊബൈലിൽ നോക്കും. ഇവരെന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. സന്തോഷവും സ്നേഹവും മാത്രം. അതുകൊണ്ട് തന്നെ പിള്ളേര് വേറെ അല്ലെങ്കിൽ എന്റെ പേരൊക്കെ ചടങ്ങേറ്. പിന്നെ അവിടെ എഴുന്നള്ളിച്ച് വേണം ഇതൊക്കെ കണ്ടു. നാളെ ജോലിയൊക്കെ കിട്ടി പോകുമ്പോ ഇതൊക്കെ കാണാൻ പറ്റും എന്നോർത്തിറങ്ങിയപ്പോ ഒരു ഭാവി നെയ്മറ ഞാൻ ഇവനിൽ കാണുന്നു. പാവം കണക്ക് മാഷിന്റെ പെടാണെന്നാ മതി. ഉച്ചയ്ക്ക് പിന്നെ നമ്മളെ കണ്ടാലൊന്നും മൈൻഡില്ല എന്ന് പറഞ്ഞ നമ്മുടെ അർജുൻ ഒരു നാളെ അവന്റെ പെടും. നല്ല പെൺകുട്ടി, ഇഷ്ടമായ ഒരുപാട് എന്ന ആഗ്രഹം. ഞങ്ങൾ രണ്ടാഗ്രഹമുണ്ട്. ആരാ നിങ്ങൾ കണ്ടുപിടിക്കും. മേശാന്റെ കടയിൽ നിന്ന് മേടിച്ചതാ കൺഫേം. പിന്നെ പൂരൊക്കെ ആസ്വദിച്ച് കുറച്ചധികം കുഞ്ഞു രാമായണത്തിലേക്ക് പിന്നെ അവിടുന്ന് മോരും കുടിച്ചു. മോരിന്റെ കഥ പിന്നെ രാവിലെയാണ് മനസ്സിലായേ. പിന്നെ പൂരത്തിന്റെ ഇടയിലേക്ക് നന്നായിട്ട് ആസ്വദിച്ചു. എന്തുകൊണ്ടാണ് പെരുവനം പൂരം ഫേമസ്? ഈ മേളം എന്തുകൊണ്ടാണ് ഫേമസ് ആയി എന്നറിയുന്നവരൊക്കെ കമന്റിൽ പറയും. നോക്കട്ടെ. അപ്പൊ ഇനി നാളെ അടുത്ത പൂരം. അപ്പൊ അതുവരെ ബൈ ബൈ.